എറണാകുളം ജില്ലയിലെ കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിൽ നടന്ന ഹിജാബ് വിവാദം സംസ്ഥാനത്തിന്റെ മതേതരത്വ ബോധത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഇപ്പോൾ വളർന്നിരിക്കുകയാണ്. ക്ലാസ്സിലേക്ക് ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിനിയെ സ്കൂൾ പുറത്തു നിർത്തിയ സംഭവമാണ് വിവാദത്തിന്റെ തുടക്കം. പിന്നീട് വിദ്യാഭ്യാസ വകുപ്പിനും ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറിനും നേരിട്ട് പരാതി നൽകിയതോടെ സംഭവം സംസ്ഥാന തലത്തിൽ തന്നെ പ്രക്ഷുബ്ധമായി. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മതേതര മൂല്യങ്ങളുടെ മാതൃകയാണെന്ന വിശ്വാസത്തെയാണ് ഈ സംഭവം ഉലച്ചു കളഞ്ഞത്. മതപരമായ പ്രതികരണങ്ങളെ എങ്ങനെ കാണണം, സ്വതന്ത്ര വസ്ത്രധാരണത്തിന്റെ പരിധി എവിടെ വരെ, ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ സമൂഹത്തിന്റെ മധ്യനിരയിൽ നിന്ന് ഉയർന്നു വരുന്നത്. വിവാദം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് സമസ്ത എംപ്ലോയീസ് അസോസിയേഷൻ അതിനെ തട്ടത്തിന്റെ മറയത്തെ വർഗീയത എന്ന പേരിൽ പ്രത്യേക ചർച്ചയാക്കാൻ തന്നെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. സംഘടനയുടെ നിലപാടിനനുസരിച്ച് ഹിജാബ് ഒരു മതപ്രതീകം മാത്രമല്ല, അത് മുസ്ലിം സ്ത്രീകളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രതീകവുമാണ്. അതിനെ നിയന്ത്രിക്കാനുള്ള ശ്രമം ഭരണഘടനാ മൂല്യങ്ങൾക്കും മതേതരത്വത്തിനും വിരുദ്ധമാണെന്ന് അവർ ആരോപിക്കുകയാണ്. സമസ്തയുടെ മുഖപത്രം ഇതിനകം തന്നെ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതികരണം പുറത്തുവിട്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് പ്രശംസനീയമാണെന്നും മന്ത്രി വി ശിവൻകുട്ടിയുടെ മറുപടി മതേതരത്വത്തിന്റെ സാരമായിട്ടുള്ള ഒരു പ്രതിനിധാനമാണെന്നും അവർ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട്. സമസ്തയുടെ മുഖപത്രത്തിൽ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗം സംസ്ഥാനമൊട്ടാകെ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് ശിരോവസ്ത്രത്തെ പേടി സ്വപ്നമാക്കി ചിത്രീകരിക്കാനുള്ള ഒരു ഹീനമായിട്ടുള്ള ശ്രമമാണ് പള്ളുരുത്തിയിലെ സംഭവമെന്നാണ്.